വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു സ്കിൻ കെയർ ആണ്, കൊറിയൻ സ്കിൻ കെയർ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത്. അപ്പോൾ ഇതെന്താണെന്ന് കാണുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഫേസ് പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് പൗഡർ. 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് അല്ലെങ്കിൽ കേട്. അധികം വെള്ളമില്ലാതെ നിങ്ങൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല തണുത്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. രാവിലെ നിങ്ങൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈവനിങ്ങിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി ചെറുതായിട്ടൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ലിപ്സ് അങ്ങ് ഡ്രൈ ആയി പോകും. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരാഴ്ച വരെ നിങ്ങളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. റൈസ് പൗഡർ ആയതുകൊണ്ട് തിക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസും ആഡ് ചെയ്യാം. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് പൊട്ടറ്റോ ജ്യൂസ് ബെസ്റ്റ് ആയിരിക്കും. റൈസ് പൗഡർ ഏത് സ്കിന്നിനും വളരെ ബെസ്റ്റാണ്. എന്നാലും നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കയ്യിലോ നെക്കിലോ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതിയാകും. എന്തായാലും നിങ്ങളുടെ സ്കിൻ കളർ ഏത് തന്നെ ആയിക്കോട്ടെ, ആ സ്കിന്നിനെ ബെറ്ററാക്കാൻ, സ്കിൻ കളറിനെ ബെറ്ററാക്കാൻ റൈസ് പൗഡറിന് പറ്റും. പിന്നെ കേട് സമ്മർ സീസണാണ്, നല്ല വെയിലാണ്, നിങ്ങളുടെ ടാനും കാര്യങ്ങളും റിമൂവ് ആക്കും. റോസ് വാട്ടറും വളരെ നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ എന്തായാലും സ്കിന്ന് നല്ല ഷൈൻ, ബ്രൈറ്റ് സ്കിൻ, ഹെൽത്തി സ്കിന്നായിരിക്കും നിങ്ങളുടേത്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പം ഞാൻ ബാക്കി വന്നത് എൻ്റെ കയ്യിൽ കൂടി അപ്ലൈ ചെയ്തു. ഇപ്പം എന്നെ കണ്ടാൽ നല്ല ഹൊറർ മൂവിയുടെ ഒരു ലുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ബാക്കി വരുന്നത് നമുക്ക് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും റിസൾട്ട് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കൈ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അമേസിങ്. എൻ്റെ കൈ നല്ല സ്മൂത്തായി, കയ്യിൽ കുറച്ചൊരു ബ്രൈറ്റായി തോന്നുന്നുണ്ട്. എന്തായാലും ഇത് സൂപ്പറായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ സ്കിന്ന് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിൻ്റ്, റൈസ് പൗഡർ ആയത് കാരണം നമ്മൾ പെട്ടെന്നൊക്കെ റെഡിയാക്കി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു തരി ഉണ്ടാവും. അത് നമ്മൾ സ്പീഡിൽ നമ്മൾ ഒത്തിരി ഹാർഷായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ നീറ്റലുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ റൈസ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ജെൻ്റ്ലി യൂസ് ചെയ്യുക, റഫായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. എന്തായാലും ഈ ഒരു കൊറിയൻ സ്കിൻ കെയർ ഉണ്ടല്ലോ, ബെസ്റ്റാണ്. ഇവരുടെ എല്ലാ പ്രോഡക്റ്റ്സും റൈസിൻ്റെ തന്നെയാണ്. മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, ഞാൻ ഇവരുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുമുണ്ട്. വളരെ ബെസ്റ്റാണ്. ഈ ഒരു ഫേസ് പാക്ക് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. 100% ആണ് റിസൾട്ട്. എൻ്റെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റെമഡി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.